കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. മരക്കാർകണ്ടിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപം. ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിക്ക് ടെൻഡർ നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് പരാതി. എന്നാൽ ആരോപണം ഭരണപക്ഷം തള്ളിക്കളഞ്ഞു. $40 കോടിക്ക് ടെൻഡർ നിശ്ചയിച്ച പദ്ധതി ഒറ്റയടിക്ക് 140 കോടിയായി ഉയർത്തിയാണ് ഹൈദരാബാദ് ആസ്ഥാനമായ സംയുക്ത സംരംഭങ്ങൾക്ക് ടെൻഡർ അനുവദിക്കാൻ തീരുമാനമെടുത്തതെന്നാണ് CPMന്റെ ആരോപണം. മുൻകൂട്ടി ആസൂത്രണം നടത്തി അതിന് പറ്റുന്ന നിബന്ധനകൾ വെച്ചാണ് ടെൻഡർ കമ്പനിക്ക് ഉറപ്പിച്ചത്. കണ്ണൂർ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് പദ്ധതിയുടെ പേരിൽ നടന്നതെന്ന് CPM ആരോപിക്കുന്നു. വർക്ക് അവാർഡ് ചെയ്ത് എഗ്രിമെന്റ് ചെയ്ത് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ തേങ്ങ മോഷ്ടിച്ചു, കയ്യോടെ പിടികൂടി, എന്നാൽ പിന്നെ മോഷ്ടിച്ച തേങ്ങയിൽ നിന്ന് അങ്ങോട്ടേക്ക് പിടിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്താൽ മോഷണം ഇല്ലാതായി മാറില്ല. മോഷണം തന്നെയാണ്. കണ്ണൂർ ജില്ല കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ അഴിമതി. എന്നാൽ രാഗേഷിന്റെ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ് മേയർ മുസ്ലിം മഠത്തിൽ. ടെൻഡർ നടപടിയിൽ ഉദ്യോഗസ്ഥർക്ക് വന്ന വീഴ്ചയുടെ പേരിലാണ് ആരോപണമെന്നാണ് മേയറുടെ വാദം. ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നയപരമായ തീരുമാനമെടുക്കാം എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെല്ലാം കമ്പ്യൂട്ടർ അടിച്ചു കയറുന്ന പണിയൊന്നും നമ്മളെ പണിയല്ല. അതൊക്കെ ഉദ്യോഗസ്ഥരുടേതാണ്. അത് കൂടാതെ ടെൻഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞത് അതിൽ ഈ DBയുടെ ഭാഗത്ത് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു പുതിയ സ്റ്റാഫാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത പ്രശ്നങ്ങൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയം സജീവമായി നിർത്താനാണ് LDF തീരുമാനം. യുവജന സംഘടനകളെ അടക്കം മുന്നിൽ നിർത്തി പ്രക്ഷോഭം കടുപ്പിക്കാനാണ് CPM നീക്കം. മീഡിയ 1 കണ്ണൂർ.